ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. തിരുപ്പാലിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. കിടന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. കിടന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ.
നിത്യമായി ഞാൻ സ്വർഗസിയോൻ പുരിയിൽ എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗസിയോൻ പുരിയിൽ എന്റെ പ്രതിഫലം സ്വർഗത്തിലാ എന്റെ പ്രതിഫലം സ്വർഗത്തിലാ എന്റെ പ്രതിഫലം സ്വർഗത്തിലാ എന്റെ പ്രതിഫലം സ്വർഗത്തിലാ കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗസിയോൻ പുരിയിൽ കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗസിയോൻ പുരിയിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാരാണ്, അവരെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം ധ്യാനിക്കുകയുണ്ടായി നഥനയേലിനെ കുറിച്ച്. ഇവനിൽ കപടമില്ല, എ മാൻ വിത്തൗട്ട് ഡ്യൂപ്ലിസിറ്റി. പിന്നീട് യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് നാം കർത്താവിൻ്റെ സാക്ഷ്യം കേട്ടു. യേശു സ്നേഹിച്ച ശിഷ്യൻ, യേശുവിൻ്റെ മാറിൽ ചാരിയ ശിഷ്യൻ. മൂന്നാമത് നാം കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ച് നിർത്തിയത് ശതാധിപൻ്റെ വലിയ വിശ്വാസത്തെക്കുറിച്ചുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം. വലിയ വിശ്വാസം, സോ ഗ്രേറ്റ് എ ഫെയ്ത്ത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഇന്ന് ധ്യാനിച്ച് തുടങ്ങുന്നത് ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട തമ്പുരാനെ പറ്റി അമ്മയെക്കുറിച്ചാണ്. വിശുദ്ധ സെയിൻറ്റ് മേരി. ഈ ലൂക്കോസ് 1-ാം അധ്യായം 41-42 വാക്യങ്ങൾ. മറിയയുടെ വന്ദനം. എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായ സ്ത്രീ. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. എന്താണ് പറഞ്ഞത്? ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ബ്ലെസ്ഡ് എമംഗ് വിമൻ. ഹല്ലേലൂയ. അനേക സ്ത്രീകളും ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. 43-ാമത്തെ വാക്യം വായിച്ച്. 43-ാമത്തെ വാക്യം. എന്റെ കർത്താവിന്റെ മാതാവ്, എന്റെ കർത്താവിന്റെ മാതാവ്. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. മാതാവിനെ കുറിച്ചുള്ള വിശദീകരണം പറയുവാൻ എൻ്റെ നാവിന് വാസ്തവത്തിൽ ശക്തിയില്ല. കർത്താവിൻ്റെ മാതാവ്, തമ്പുരാനെ പറ്റിയ അമ്മ, സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൾ. ദൈവമക്കളെ, അനേക കാര്യങ്ങൾ മാതാവിനെ കുറിച്ച് എടുത്ത് പറയുവാനായിട്ടുണ്ട്. ഒരു സാധാരണ സ്ത്രീരത്നം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. 1-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ ഭൂമിയിലേക്ക് വലിയൊരു ദൗത്യമായി വരികയാണ്. ആ ദൈവം പറഞ്ഞയച്ച ഗബ്രിയേൽ മാലാഖ പറയുന്ന ഒരു യോഗ്യതാ ശബ്ദമുണ്ട് അവിടെ. 1-28 വായിച്ച്. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്നു. മറിയയുടെ അടുക്കൽ അകത്ത് വന്നു. കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. സ്വർഗം കൈകൂപ്പി വന്ദിക്കുന്നതായ ഒരു സഹോദരി, ഒരു പെൺകുട്ടി. ആരുടെയും യോഗ്യതയല്ല, കൃപ ലഭിച്ചവൾ. ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപ, സൗജന്യ കൃപ ഒഴുകുന്ന സ്വർഗീയ രംഗത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആ കൃപയുടെ വ്യാപാരത്തിൻ്റെ കുളിർമ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് ഈ വാക്കുകൾ സാക്ഷിക്കുന്നത്. ഞാൻ മാതാവിനെ പോലെയാണെന്നൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ആരാണ്? മാതാവാര്? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൾ കൃപ ലഭിച്ചവളാണ്, സ്വർഗം വന്ദിക്കുന്നവളാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിനക്ക് വന്ദനം. ലൂക്കോസ് 1:45 വായിച്ച്. ഹല്ലേലൂയ. അത് വന്ദിക്കുവാൻ എന്താണ് കാരണം അറിയാമോ? ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന വാക്കുകളല്ല ഗബ്രിയേൽ മാലാഖ കന്യാമറിയാമിനെ അറിയിക്കുന്നത്. നീ കൃപ ലഭിച്ചവളാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും, നീ ഒരു മകനെ പ്രസവിക്കും. മകൻ്റെ പേര് പോലും പറയുകയാണ്. ദൈവമക്കളെ, ഞെട്ടിപ്പിക്കുന്ന ശബ്ദമാണ് ഒരു സ്ത്രീ കേൾക്കുന്നത്. ഒരു ഗ്രാമീണ സാധാരണ ഒരു പെൺകുട്ടി, വിവാഹം നടന്നിട്ടില്ല,
പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ പറയുകയാണ് നീ ഗർഭം ധരിക്കുമെന്ന്. കന്യമറിയാം സ്വന്തം കണ്ണാലെ കണ്ടിട്ടുണ്ടാകും ചില കൽക്കൂമ്പാരങ്ങൾ. ആ പാവപ്പെട്ട പെൺകുട്ടി ചോദിച്ചിട്ടുണ്ടാകും, ഇതെന്താണ് ഈ കൽക്കൂമ്പാരം? അതിനകത്ത് ഒരു സ്ത്രീയുണ്ട്, ഒരു വേശ്യാസ്ത്രീ. അവൾ അവിഹിതമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് മറ്റുള്ളവർ അവളെ കല്ലെറിഞ്ഞു. ആ കൽക്കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ ഒരു ചീത്ത സ്ത്രീ കിടക്കുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷേ ഞാൻ ഗർഭിണിയാകാൻ പോവുകയാണ്. എന്നെ അനേകർ കല്ലെറിയും, ഞാനൊരു നിന്ദാപാത്രമായി തീരും. ഇതെല്ലാം കൺമുമ്പിൽ തെളിഞ്ഞു വന്നു. അവൾ പറയുന്നൊരു വാക്യമുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ 1-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. അവളുടെ ഭാഗ്യ എന്താണ്? പറഞ്ഞത് അതേപടി വിശ്വസിച്ചു. ദൈവമക്കൾ ആരാണ് ഭാഗ്യവതി? ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരാണ് ഭാഗ്യശാലികൾ. ഒന്നും മനസ്സിലാകുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാകുമോ? ലോക ചരിത്രത്തിൽ ഇതുവരെയും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ശബ്ദം. പുരുഷനെ അറിയാത്തൊരു സ്ത്രീ ഗർഭിണിയാകുവാൻ പോകുന്നു. അവൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുമായി ബന്ധമില്ല, ഒരിക്കലും ഗർഭിണിയാകാനുള്ള സാധ്യതകൾ ആബ്സല്യൂട്ട്ലി നിന്നല്ല, ഒരിക്കലുമില്ല. എങ്കിലും ആരുടെയാണ് ശബ്ദം? സ്വർഗത്തിലെ മാലാഖയുടെയാണ്. സ്വർഗത്തിൽ തന്നെ അയച്ചുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വസിക്കുന്നതാണ് ഭാഗ്യം. ദൈവമക്കളോട് ഞാൻ സത്യം പറയട്ടെ, നിർമ്മലമായ സത്യവചനം. ഞാൻ പറയാറുണ്ട്, ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്ന രക്തം പുരണ്ടതായ ശബ്ദമുള്ളതായ വാക്കുകളാണ് നിങ്ങൾ കേൾക്കുന്നത്. അതിനകത്ത് ജീവനുണ്ട്, അതിനകത്ത് ശക്തിയുണ്ട്, അതിനകത്ത് ആത്മാവുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രക്തത്തിൽ പാപമോചനമുണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ചാൽ ജീവിതത്തിൽ മാറ്റം വരുന്ന അത്ഭുതകരമായ ആ രൂപാന്തരം സ്വയമായി കാണുവാനും അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ ശബ്ദം കേട്ടു ആൾക്കൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു വലിയ സ്വർഗീയമായിരിക്കുന്ന സ്വഭാവം മേന്മയെന്നാണ് നിങ്ങൾക്കറിയാമോ? ലൂക്കോസ് 1:48 അവൾ സമ്പൂർണമായ ഒരു സമർപ്പണം എടുക്കണം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. നിസ്സാരമായിരിക്കുന്ന കാര്യമില്ല, ഒരിക്കലും നടന്നിട്ടില്ല, കേട്ടുകേൾവി പോലുമില്ല. പക്ഷെ സ്വർഗത്തിലെ ശബ്ദമാണെന്ന് അവൾ വിശ്വസിച്ചു. ഭവിഷ്യത്തുകൾ എന്താണെന്ന് നോക്കിയില്ല. മരണമാണ് ആയിക്കൊള്ളട്ടെ, പക്ഷെ എൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിൻ്റെ ശബ്ദത്തിന് ഞാൻ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തി സമർപ്പിച്ച് ഏൽപ്പിക്കുക. ദൈവമക്കളെ, എൻ്റെ ആത്മീയ ഗുരുവായിരിക്കുന്ന തൻ്റെ വചന ശുശ്രൂഷയുടെ അവസാന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സ്തുതിയുടേതായിരിക്കുന്ന മധ്യത്തിൽ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്നുള്ളതായ തീരുമാനമുള്ള ദൈവമക്കൾ എന്ന് കരമുയർത്തി ഹല്ലേലൂയ പറയാൻ ഞാനും നിങ്ങളും അനേക പ്രാവശ്യം കൈ ഉയർത്തിയിട്ടുണ്ട്. അപ്രകാരം നിന്നോ? യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന് വാക്ക് പറഞ്ഞ ദൈവമക്കളുടെ ജീവിതത്തിൽ have you taken an absolute self-surrender to the mighty hands of God? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് കന്യമറിയാം പറഞ്ഞു, ഏൽപ്പിച്ചു കൊടുത്തു. സകലത് നിവൃത്തിയായി. പല വൈഷമ്യ രംഗങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നു, പക്ഷേ കർത്താവായി യേശുക്രിസ്തുവിനെ കൈവിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ വാക്കുകളുടെ കസർത്തല്ല, നമ്മുടെ സമർപ്പണത്തിൻ്റെ വാക്കുകളുടെ മേന്മയല്ല, അത് ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കന്യമറിയാം ഇപ്പോൾ നമുക്കൊരു മാതൃകയാണ്. ഇത് അറിവിന് വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറയും, നമ്മുടെ അനുഭവം മാറണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പൗലോസ്യ പറയുന്നതെന്ന് കേട്ട് 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അതും ഞങ്ങൾ വിചാരിച്ചെന്ന പോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ കേട്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ദൈവമക്കൾക്കും ദൈവത്തിനും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണ അനുസരണത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നേ മതിയാകുകയുള്ളൂ. കന്യമറിയാം സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായി യേശുക്രിസ്തുവിനാൽ ഗർഭം ധരിച്ചു. നിങ്ങൾ ആരെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്? യാക്കോബ് പറയുന്ന പോലെ പാപം ഗർഭം ധരിച്ച് മരണത്തെ പെറുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. സഹോദരി സഹോദരന്മാരെ, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. നിങ്ങളുടെ അന്തരംഗത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന കോപവും വാശിയും വൈരാഗ്യവും ദ്രവ്യാഗ്രഹവും
സ്വയവും സ്വാർത്ഥതയും ദൈവങ്ങളെ അഹങ്കാരവുമല്ലേ? അതുകൊണ്ടല്ലേ കുടുംബസമാധാനം തകർന്നു പോകുന്നത്? കർത്താവായി യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ചോ, യേശുക്രിസ്തുവിനെ പ്രസവിക്കും. അകത്തെന്തുണ്ടോ അതാണ് പുറത്തു വരുന്നത്. കുറ്റം അംഗീകരിച്ചുകൊണ്ട് തെറ്റുകൾ വന്നുപോയി കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞാൻ പാപത്തോട് യാത്ര പറയുന്നു. കർത്താവായി യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാൻ ഞാൻ കൊതിക്കുന്നു. പൗലോസ്ലീഹ പറയാൻ, കർത്താവായി യേശുക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം പ്രസവവേദന അനുഭവിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഞങ്ങളുടെയും ഈ സുവിശേഷ ദൗത്യത്തിൻ്റെ പിന്നിൽ ഒരേ കാര്യം മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. കേൾക്കുന്ന സകല ദൈവമക്കളിലും കർത്താവായി യേശുക്രിസ്തു ഉരുവാകണം. വീണ്ടും ജനിച്ച ദൈവമക്കളായി തീരണം. പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും തങ്ങളെ തന്നെ എണ്ണുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരെ വാർത്തെടുക്കണം എന്നുള്ള നിഷ്കളങ്കമായ തീരുമാനത്തോടും നിരൂപണ വിശുദ്ധിയോടും കൂടിയാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. കന്യാമറിയാൻ വളരെ വ്യക്തമായിരുന്നു. മാത്രമല്ല ദൈവമക്കളെ, കന്യാമറിയാവിൻ്റെ താഴ്മ കണ്ടാലും നിന്റെ ദാസിയുടെ താഴ്മയെ നീ കടാക്ഷിച്ചുവല്ലോ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തേജോമയനായ കർത്താവായി യേശുക്രിസ്തു അന്തരംഗത്തിൽ ഉരുവായി. നിറഞ്ഞ സന്തോഷത്തിൽ ദൈവമക്കളെ ഒരു വലിയ പാട്ടുപാടി. കന്യാമറിയാവിൻ്റെ പാട്ട് ദൈവത്തിൻ്റെ സൗന്ദര്യം മാഗ്നിഫിക്കാറ്റ്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ല. ഒന്ന് വായിച്ചേ, ലൂക്കോസ് 1:46 മുതലൊന്ന് വായിച്ചേ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, വായിച്ചു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. വായിച്ചു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മാത്രമല്ല വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തതായിരിക്കുന്ന പെൺകുട്ടിയുടെ നാവിൽ നിന്ന് അടർന്നു വീഴുന്നതായ ആ ശബ്ദം നിങ്ങൾക്കറിയാമോ? ലോക ചരിത്രത്തിൽ കിട്ടിയിരിക്കുന്നതായ അഭിപ്രായം എന്താണെന്നറിയാമോ? കന്യാമറിയാമിൻ്റെ മാഗ്നിഫിക്കറ്റ്. മറിയാം പറഞ്ഞത് എന്തെന്നാൽ, ദറ്റ്സ് എ മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെന്റ് ഇൻ ദി എൻറ്റയർ ലിറ്ററേച്ചർ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, സാഹിത്യത്തിൽ ഏറ്റവും ശക്തിയേറിയ പദപ്രയോഗങ്ങളാണ്. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. He scattered the proud. The mighty are brought down. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കി, താണവരെ ഉയർത്തിയിരിക്കുന്നു. ലിഫ്റ്റഡ് അപ്പ് ദി ലോലി. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചിരിക്കുന്നു. He has sent the rich empty away. ഇത് ആരിൽ നിന്ന് വന്നു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പാത്രത്തെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കിട്ടാൻ തക്കവണ്ണം തങ്കച്ചവരയാൽ കഴുകൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ തീക്കുടങ്ങളായി നിങ്ങൾ ഓരോരുത്തരും മാറണം. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ദൈവമക്കളോട് ഞാനും കൂടെ ചേർത്ത് പറയുകയാണ്, തീ ഇറക്കുന്ന ദൈവമക്കളായി മാറണം. ആത്മാവിൻ്റെ തീ അന്തരംഗത്തിൽ കത്തിയാലോ വചനത്തിലൂടി തീയായിട്ട് ഒഴുകും. തീപ്പൊരി പോലെ മനുഷ്യഹൃദയങ്ങളിൽ കത്തിപിടിപ്പിക്കും. നിങ്ങൾ എന്തു പറയുന്നു? ഒരു മാറ്റം വരണ്ടേ? നിങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണ്ടേ? കർത്താവായ യേശുക്രിസ്തു അന്തരംഗത്തിൽ ഉരുവാകണ്ടേ? പിന്നീട് ഈ മറിയെ നമ്മൾ കാണുന്നത് ജീവിതത്തിൻ്റെ വേദനാജനകമായ അനേക രംഗങ്ങൾ കൂടി ഓടി നടന്നു. ഞാൻ അതിനകത്തേക്കൊന്നും കടക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെ നിങ്ങൾക്കൊന്ന് കാണാമോ? ആ ഓമന മകൻ, താലോലിച്ച് വളർത്തിയതായ മകൻ, സ്നേഹചുംബനം കൊടുത്തതായ മകൻ, തലയിൽ മുൾക്കിരീടവുമായി, കൈകളിലും കാലുകളിലും ആണുകളുമായി, ചാട്ടവാറുകൊണ്ട് അടിച്ചു കീറിയതായ ശരീരവുമായി രക്തമാർന്നൊലിച്ച് കിടക്കുന്ന കാഴ്ച. ഹൃദയത്തിൽ കൂടി ഒരു വാള് കടന്നു പോകുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായി. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിന് മേളിലും മാതാവ് ക്രൂശിന് ചുവട്ടിലുമാണ്. മാതാവിനും സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശന കവാടം ഏകജാതൻ പിടഞ്ഞു മരിക്കുന്ന ക്രൂശിൽ കൂടി മാത്രമാണ്. മാത്രമല്ല, തുടർന്ന് അവൾ മുന്നോട്ട് വരുമ്പോൾ ശിഷ്യന്മാരുടെ ഗണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടായ്മയിലെ അംഗമായി നമുക്ക് മാതാവിനെ കാണുവാനായിട്ട് സാധിക്കും. ദൈവമക്കളെ,
കന്യാമറിയാമിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ ധൈര്യമായിരിക്കുന്നൊരു പ്രവേശനം ഉണ്ടായിരിക്കണം. കാനാവിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ മാതാവ് ഇടനില നിന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അവിടെ നിന്നെല്ലാം ഒരു വാക്ക് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കന്യാമറിയാമിൽ കൂടി വന്നതായ ഒരു ഉപദേശം അറിയാം. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അപ്രകാരം ചെയ്യുവേൻ. നിങ്ങൾ അനുസരിക്കേണ്ടത് കർത്താവിനെയാണ്. നിങ്ങൾ വന്ദിക്കേണ്ടത് കർത്താവിനെയാണ്. നിങ്ങളുടെ ഏക സത്യരക്ഷകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നിൽ കൂടിയല്ല, കാലൂറിയിൽ തുറന്ന ദേഹമെന്ന തിരശ്ശീല ചീന്തി തുറന്നതായ ആ ക്രൂശിലെ വഴിയിൽ കൂടി മാത്രമാണ് രക്ഷ സകലർക്കും. അതുകൊണ്ട് കന്യാമറിയാമിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കന്യാമറിയാം വിരൽ ചൂണ്ടിയതായ യേശുവിനെ നമുക്ക് കാണാം. നന്ദിയോടെ സ്തോത്രം. കർത്താവിൻ്റെ മാതാവിൽ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായി നമുക്ക് മുന്നോട്ട് പോകാം. മാതാവ്. രണ്ടാമത്തത് ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം 35 അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലൈറ്റ്. ജോൺ ദി ബാപ്റ്റിസ്റ്റ്. യോഹന്നാൻ സ്നാപകൻ. നമുക്കും ഒരു കൊതി ഉണ്ടായിരിക്കണം. കത്തി ജ്വലിക്കുന്നതായ ഒരു ദീപമായി നമുക്ക് നിൽക്കണം. ഇരുട്ടിൻ്റെ കണിക പോലും ഇല്ലാത്തതായ കർത്താവായ യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞില്ലേ, ഐ ആം ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതേ നാവുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, ഈ ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ്. അന്ധകാര നിമിഡമായിരിക്കുന്ന ലോകത്തെ പ്രകാശപൂരിതമാക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലൂരിൽ കത്തിയതായ തീജ്വാലയിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിശ്വാസികളുടെ സമൂഹമായി നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ കത്തിശോഭിക്കണം. ഇരുട്ടിൻ്റെ കണിക പോലും വരരുത്. അന്ധകാര ശക്തിയുടെ അധികാരത്തിന് കീഴിലായിരിക്കരുത്. ഇന്ന് ഇത് കെട്ടുപോയ ദീപങ്ങളെല്ലാം കത്തുന്ന ഒരു ദിവസമായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ ജ്വലിച്ച് പ്രകാശിക്കുന്നതായ ഒരു വിളക്കായിരുന്നു. എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലൈറ്റ്. ജന്മന പൗരോഹിത്യ പാരമ്പര്യത്തിൽപ്പെട്ടവനാണ്. നിങ്ങൾക്കറിയാം, പിതാവ് സക്കറിയ, മാതാവ് എലിസബത്ത്. അഹരോന്യ പാരമ്പര്യമുള്ളവൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ഫലമായി ലഭിച്ചതായ ഒരു വാഗ്ദത്ത സന്തതി. നിങ്ങൾക്കറിയാം, കന്യാമറിയാം യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ചുകൊണ്ട് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നു. എലിസബത്തും ഗർഭിണിയാണ്. ഉള്ളത്തിൽ പ്രജ തുള്ളി. ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞവനാണ്. എന്താണ് പറയുന്നത്? കർത്താവിൻ്റെ വഴിയൊരുക്കുന്നവൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ, പരിശുശ്രൂഷയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയതായ ദൈവദാസൻ. യോഹന്നാന്റെ സുവിശേഷം 1-ാം 27 എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തിൻ്റെ പാപത്തെ ചുവന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ദൈവമക്കളെ, അവനെക്കുറിച്ച് എനിക്കൊരു കാര്യം സാക്ഷിക്കാനായിട്ടുണ്ട്. ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല. എന്തൊരു വിനയം! ആത്മീയ ഗോളത്ത് അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ദൈവമക്കൾ ഗൗരവത്തോടെ കേൾക്കുകയും ഞെട്ടലോടെ അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു പരമാർത്ഥമാണിത്. ദൈവമക്കളെ, ഞാനൊന്നുമല്ല. ഒരു അടിമ എന്ന് പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല. അടിമയ്ക്ക് യജമാനൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചെരുപ്പിൻ്റെ വാറ് കെട്ടിക്കൊടുക്കാനും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ചെരുപ്പിൻ്റെ വാറ് അഴിക്കാനും യോഗ്യതയുണ്ട്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന ഈ ദൈവദാസന് അതിന് പോലുമുള്ള യോഗ്യതയില്ല. അഹങ്കാരം പൈശാചികമാണ്. അഹങ്കാരം മാലാഖയെ പിശാചാക്കി മാറ്റുന്നതാണ്. അഹങ്കാരത്തിൻ്റെ ശബ്ദം നമ്മുടെ നാവിൽ നിന്ന് വരരുത്. ഒരിക്കലും മറ്റുള്ളവരെ വിരൽ ചൂണ്ടി നിരൂപണം ചെയ്ത് കുറ്റം വിധിക്കുന്ന പൈശാചികമായിരിക്കുന്ന പ്രവൃത്തിയുമായിട്ട് ദൈവമക്കൾ മുന്നോട്ട് പോകാൻ ഇടവരരുത്. വിമർശിക്കുന്ന ദൈവമക്കൾ ഗൗരവത്തോടെ ചിന്തിക്കൊള്ളണം. അഹങ്കാരത്തിൻ്റെ ശബ്ദമാണത്. നമ്മൾ ഇന്ന് വരേണ്ടതായ ഒരേ ഒരു ശബ്ദം, ഞാൻ ആരേക്കാൾ യോഗ്യത ഇല്ലാത്തവനാണ്, ഇതിനേക്കാൾ താഴാനില്ല. ചെരുപ്പിൻ്റെ വാറഴിക്കുന്ന യോഗ്യത ഒരടിമയ്ക്കുണ്ട്. അന്ന് ഏറ്റവും താണ വ്യക്തി അടിമയാണ്. അതിനേക്കാൾ താണവനാണ് ഞാനെന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞുവെങ്കിൽ, ഇന്ന് ആത്മീയ രംഗത്ത് ശോഭിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കുള്ള യോഗ്യത എന്താണ്? അഹങ്കാരമോ? ആരെയും വിമർശിക്കാനുള്ളതായിരിക്കുന്ന തൻ്റെ ഇടമോ? ഒന്ന് വിനയപ്പെട്, ഒന്ന് താണ്.
ഞാൻ യോഗ്യനല്ല എന്നൊന്ന് പറയുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടു, കർത്താവായ യേശുക്രിസ്തു താണവരെ ഉയർത്താനാണ് വന്നത്, മാത്രമല്ല അഹങ്കാരികളെ താഴ്ത്താനാണ് വന്നത്. ഹല്ലേലൂയ, ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആരാണവൻ? കർത്താവായ യേശുക്രിസ്തുവിന് സ്നാനം നൽകുവാൻ നിയോഗം ലഭിച്ചവനാണ്. ആ വ്യക്തിക്ക് പറയാനുള്ളതുണ്ടായ ഒരു മുദ്രാവാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. അവൻ വളരേണം, അവനോ വളരണം, ഞാനോ കുറയണമെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളോട് വ്യക്തമായി ചോദിക്കട്ടെ, എന്നെ നിങ്ങൾ മറക്ക്. ഈ ഒരു വാക്ക് കാൽവറി ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ന് വ്യക്തമായ തീരുമാനത്തോടെ പറയുവാൻ നിങ്ങൾ ആരെങ്കിലും ഒരു വിനയത്തിന്റെ വാക്താക്കളായി മാറാമോ? ഞാനോ കുറയണം, നീയോ വളരണം. പറഞ്ഞോ നിങ്ങൾ കർത്താവിനോട്. എൻ്റെ ജീവിതത്തിൻ്റെ പ്രിൻസിപ്പിൾ, ദ ഫിലോസഫി ഓഫ് മൈ ലൈഫ്, ഓരോ ദിവസം കഴിയും തോറും ഞാൻ കുറഞ്ഞു 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 വരണം. എൻ്റെ കർത്താവായി യേശുക്രിസ്തു വളർന്നു വളർന്നു വരണം. ഒരു ഘട്ടം വരുമ്പോൾ ഞാനില്ല, കർത്താവ് മാത്രം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഇനി ജീവിക്കുന്ന ഞാനല്ല, നോട്ട് ആം ഐ, ദി മൈറ്റി ഐ ഈസ് ഓൺ ദി ക്രോസ്. എൻ്റെ യേശു എന്നിൽ വളരണം. ദൈവമക്കളെ, ഒരു മെഴുകുതിരി കത്തി 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 കത്തിച്ച അവസാനം ഇല്ലാതാകുന്ന പോലെ ജീവിതത്തിൻ്റെ ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹവും കൊതിയുമായിട്ട് ഈ കാലങ്ങളിൽ അരുമനാഥൻ രക്തമാർന്നു നിൽക്കുന്ന ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നതായ ഒരപേക്ഷയുടെ ശബ്ദമുണ്ട്, എനിക്കൊന്ന് കുറയണം കുറയണം. കർത്താവേ, എന്നെ ഒന്ന് ക്രൂശിക്കണം, നീ എന്നിൽ തേജസ്സോടെ ഒന്ന് വാഴണം. എന്നെ കാണുന്നവരെ എന്നെ അല്ല, എൻ്റെ കർത്താവിനെ കാണണം. എൻ്റെ ശബ്ദമല്ല കാൽവറിയിലെ രക്തം പുരണ്ടതായി ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ, 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 നന്ദിയോടെ സ്തോത്രം. അതേ സമയത്ത് ദിസ് മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. ഈ വിനയം എന്ന് പറയുന്നത് ദൈവമക്കളെ അതൊരു ബലഹീനതയല്ല. തെറ്റിനെ തെറ്റാണെന്ന് തൻ്റെ ഇടത്തോടെ ആത്മാവിൻ്റെ വീര്യത്തിൽ വിരൽ ചൂണ്ടി പറയുവാൻ ധൈര്യമുള്ളവനായിരുന്നു. നമുക്ക് വായിക്കാം, മത്തായിയുടെ സുവിശേഷം എടുത്ത് 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ച്. തൻ്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറെ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര്? സ്തോത്രം. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ആലോചന ചെയ്യുന്നതായ ആ ഒരു കൂട്ടം ആളുകളെ വിരൽ ചൂണ്ടിക്കൊണ്ടവർ സർപ്പസന്തതികളെ. അഹങ്കാരത്തോടെ തൻ്റെ ഇടത്തോടെ വാഴുന്ന ഹേരോദിനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നന്നല്ല. ഹേരോദ് അന്തിപ്പാസിനോട് പറഞ്ഞതാണ്, അന്യസ്ത്രീയെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിറഞ്ഞു നിൽക്കുന്നൊരു ദൈവദാസൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായിരിക്കുന്ന ചില ബോധ്യവും അതിനൊത്തതായിരിക്കുന്ന ധൈര്യത്തിൻ്റെ വാക്കുകളും കാണും. പാപത്തെ പാപമാണെന്ന് കാണുവാനും പാപിയെ പാപിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ളതായ ആത്മാവിൻ്റെ ധൈര്യം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു വ്യക്തിയാണ് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് സാക്ഷിച്ചത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വീരപുരുഷനായി നിന്നാൽ തല ചിലപ്പോൾ കഴുത്തിൽ കാണുകയില്ല എന്ന് വന്നേക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. രക്തസാക്ഷിയായി ഒരു താലത്തിലാണ് യോഹന്നാൻ സ്നാപകൻ്റെ തല പിന്നീട് നമ്മൾ കാണുന്നത്. ദൈവമക്കളെ, പക്ഷേ സ്വർഗരാജ്യത്തിൽ ഒന്നിനും കുറവില്ലാത്തവനായി ജ്വലിച്ച് പ്രകാശിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, കാലൂറിയിൽ നിന്ന് തീ കത്തി മേടിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേക്കാനായിട്ട്. എനിക്ക് ഒരു വാക്ക് ഒരാളെയും കൂടി കുറിച്ച് പറയുവാനായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ച്. കർത്താവ് അവനോട്, നീ പോക, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. പൗലോസ്ലീഹായെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സംസാരിച്ച വാക്കുകളാണ്. യേശുവിൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു മാനപാത്രം. ആശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങളോട് പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന് ശത്രുവായി ഓടിയവനാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാർഗക്കാരെ തേടിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടി കൊല നിശ്വാസൻ്റെ ഓടിയതായിരിക്കുന്ന ശൗലിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ കർത്താവിൻ്റെ മക്കൾക്കെതിരായി ഓടുന്നു. കർത്താവായ യേശുക്രിസ്തു അവനെ തേടി ഓടുന്നു. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവുകയാണ്.
കർത്താവിൻ്റെ ശത്രുക്കളായി ഓടുന്ന പലരെയും തേടി ഇന്ന് കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളെ യേശു കണ്ടതാണ്. ഇന്ന് നിങ്ങളിവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ രംഗം ദമസ്കോസിന്റെ പടിവാതിലായി മാറണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് വെട്ടിമിന്നി അവൻ നിലംവരിച്ചായി വീണു. ശൗല് നിലത്ത് വീണു, തറ പറ്റി വീണു. അവൻ വിശുദ്ധ പൗലോസായി എഴുന്നേറ്റു. ഈ ഒരു വീഴ്ചയുടെ ദിവസമായി മാറണം. ഈ ഒരു എഴുന്നേൽപ്പിൻ്റെ ദിവസമായി മാറണം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദമസ്കോസിന്റെ പടിവാതിലായി മാറണം. യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. യേശു ക്രിസ്തു വന്നത് ശൗലിനെ പൗലോസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. കൊല നിശ്വസിച്ചുകൊണ്ട് ഓടിതായിരിക്കുന്ന ശൗൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് മരിക്കാൻ ഓടി കാലുകളുമായി ഇപ്പോൾ സ്വർഗരാജ്യത്തിൽ സന്തോഷത്തോടെ പളുങ്ക് നദീ തീർത്ത് നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് മരിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഉയർത്തെന്നേറ്റു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നെന്ന് പറയുവാനുള്ള പ്രാഗൽഭ്യം പ്രാപിച്ചു. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അപ്രകാരം ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് വരണ്ടേ? ഇറ്റ് വാസ് എ ട്രാൻസ്ഫോംഡ് ലൈഫ്. സമ്പൂർണ്ണമായി രൂപാന്തരപ്പെട്ട ഒരു ജീവിതം. ഇറ്റ് വാസ് എ ക്രൂസിഫൈഡ് ലൈഫ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. മാത്രമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇറ്റ് വാസ് എ ക്രൈസ്റ്റ് സെൻറ്റേഡ് ലൈഫ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്കോടെ പറയട്ടെ, നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇറ്റ് വാസ് എ ഹോപ്പ് ഫീൽഡ് ലൈഫ്. പ്രത്യാശ കൊണ്ട് നിറഞ്ഞതായ ഒരു ജീവിതമായിരുന്നു. മക്കളെ, കർത്താവ് വരാറായി. കാഹളനാദം കേൾക്കാറായി. ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. പഴയ നിയമവിശുദ്ധന്മാരെയും പുതിയ നിയമവിശുദ്ധന്മാരെയും നമുക്ക് സ്വർഗ വീട്ടിൽ ചെന്ന് കാണണ്ടേ? അവർ സ്വർഗരാജ്യത്തിൽ സാക്ഷികളുടെ സമൂഹമായി അവിടെ സന്തോഷത്തെ മണിവറയിൽ ആനന്ദിച്ചുകൊണ്ട് സ്തുതി സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നില്ലേ? അവിടെ നിങ്ങൾക്ക് ചെല്ലണ്ടേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അഭയം പ്രാപിക്കുക, ക്രൂശിനെ കെട്ടിപ്പിടിക്കുക, പാപത്തോട് യാത്ര പറയുക, ഒരു വിശുദ്ധ ജീവിതം തുടങ്ങുക. ദൈവം അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, സ്തുതി, സ്തോത്രം.